ഉപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. പയ്യോളി അങ്ങാടി ചെരിച്ചിൽപ്പള്ളി ഖബർസ്ഥാനിൽ മറവ് ചെയ്ത തുറയൂർ അട്ടക്കുണ്ട് ഊളുവയലിൽ 58 വയസ്സ് പ്രായമുള്ള മുഹമ്മദിന്റെ മൃതദേഹമാണ് പുറത്തെടുത്തത്. കഴിഞ്ഞ 27 വർഷമായി ഭാര്യയും മക്കളുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് താമസിച്ചു വരികയാണ് മുഹമ്മദ്. ഇക്കഴിഞ്ഞ 26-നാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മുഹമ്മദിനെ വീടിന് പുറത്തേക്ക് കാണാതായതിനെ തുടർന്ന് അയൽവാസിയായ സ്ത്രീ ജനലിലൂടെ നോക്കിയപ്പോൾ മുഹമ്മദിനെ കസേരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു. ശേഷം സഹോദരനെ വിവരം അറിയിക്കുകയും ഡോക്ടറെ വിളിച്ചു വരുത്തി മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെ മൃതദേഹം മുഹമ്മദിന്റെ അനുജൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അടക്കിയെന്നുമാണ് ലഭിക്കുന്ന വിവരം. മരണവിവരം അറിയിച്ചതിനെ തുടർന്ന് ഇയാളുടെ മകൻ പയ്യോളി കണ്ണംകുളം കുഴിച്ചാലിൽ മുഫീദ് സ്ഥലത്തെത്തിയിരുന്നു. മൃതദേഹം തിരക്ക് പിടിച്ച് സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയെന്നും ഉപ്പയുടെ അക്കൗണ്ടിൽ നിന്നും മരണശേഷം പണം പിൻവലിക്കപ്പെട്ടിട്ടുണ്ടെന്നും കാണിച്ചാണ് മകൻ ഉപ്പയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതെന്നാണ് വിവരം. എന്നാൽ മരണകാരണം എന്താണെന്ന് തനിക്ക് അറിഞ്ഞാൽ മതിയെന്നാണ് പറഞ്ഞത്. ദുരൂഹത ആരോപിച്ചിട്ടില്ല എന്നാണ് മകൻ പറയുന്നത്. ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട സംശയമുണ്ടെന്ന് പറഞ്ഞു. സംശയമുണ്ട്. ബാങ്കിന് ഒപ്പം മരിച്ചതിന്റെ പിറ്റേന്ന് നല്ല ഭീമമായ സംഖ്യ വേറെ 2 അക്കൗണ്ടിൽ മാറ്റിയിരിക്കും. അതെന്താണ് അറിയണം. എന്റെ ആവശ്യത്തിനാണ്. എത്ര രൂപ മാറ്റിയിരിക്കുന്നത്? പറയാൻ പറ്റുന്ന ബാങ്ക് നിങ്ങളാണ് നോമിനി. ഞങ്ങൾ പോലെ പറയാൻ പറ്റുന്ന. അപ്പൊ നിങ്ങൾ ഈ സംഭവം ഉണ്ടായ ശേഷം അതിന് മുമ്പ് കുറെ കാലമായിട്ട് പാപ്പയുടെ ബന്ധം ഉണ്ടായിരുന്നു? ഞാൻ ബന്ധം ഉണ്ടായിരുന്നു. പാപ്പയുടെ അസുഖമുള്ള സമയത്തൊക്കെ നിങ്ങൾ നോക്കിയിരുന്നോ? എങ്ങനെ നോക്കിയിരുന്നു? നിങ്ങൾ ഈ ചികിത്സയെ ബന്ധപ്പെട്ടൊക്കെ നിങ്ങളായിരുന്നോ നോക്കിയിരുന്നെങ്കിൽ? അല്ല, പാപ്പ ഒറ്റക്കാണ് നോക്കിയ കാര്യങ്ങളൊക്കെ. 1-2 തവണ ഞാൻ പോയി. ഈ ഒരു പരാതി കൊടുക്കാനുള്ള സാഹചര്യം എന്താ? സാഹചര്യം ഇതൊക്കെയാണ്. നമുക്ക് മരണ കാരണം അറിയണം പാപ്പാന്റെ. അത് ആരുടെ ഇതിൽ ആരും പറയുന്നില്ല എന്താ കാരണം. എല്ലാവരും വരും മരിച്ചു കിടക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. മരണ കാരണം ആരും പറയുന്നില്ല. അതിനത്രേ പറഞ്ഞുള്ളൂ. നമുക്ക് മരണ കാരണം അറിയണം. ഇനി ബാലൻസ് സാമ്പത്തികം മാറ്റിയെന്ന് പറയേണ്ട കാരണം നിങ്ങൾ ബാങ്കിൽ പോയി അന്വേഷിക്കണം. അങ്ങനെയാണ് അത് അറിഞ്ഞു. സാമ്പത്തികം മാറ്റിക്കുക. മരിച്ചതിന് ശേഷം നിങ്ങൾ ബാങ്കിലേക്ക് പോയി? മരിച്ചതിന് ശേഷമല്ല, മരിച്ചത് 8 ദിവസം കഴിഞ്ഞ് ഞാൻ പോയി. അപ്പോഴാണ് മനസ്സിലായത് ബാങ്കിൽ നിന്ന് പേയ്മെന്റ് മാറിയിരിക്കുക. അപ്പൊ അതെന്താണ് നിങ്ങളുടെ സംശയം? മാറ്റിയേ അതിന്റെ ആവശ്യമില്ലല്ലോ. മരിച്ചവരുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പെട്ടെന്ന് മരിച്ചതിന് പിറ്റേ 27-ാം തീയതി അക്കൗണ്ടിൽ നിന്ന് മാറ്റുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്കാരും സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം മരണ കാരണം അറിയണം. അറ്റാക്കാണോ മറ്റേ വേറെ പ്രശ്നമാണോ അതൊക്കെ അറിയണം. അത് മാത്രമേ അറിയണം. ഞാൻ അതാ പോലീസിന് കേസ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. മരണ കാരണം അറിയണം. അതും അറിയണം. എന്തിനാ പൈസ വലിച്ചത്, അരക്കൊണ്ടിലേക്ക് മാറ്റിയ, അത്രേ ഉള്ളൂ. മരണത്തിൽ സംശയങ്ങളൊന്നുമില്ല? വേറെ സംശയവും കാര്യങ്ങളൊന്നുമില്ല. എന്റെ മരണാനന്തര കാര്യങ്ങൾക്ക് തന്റെ പൈസ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് ജ്യേഷ്ഠനായ മുഹമ്മദ് തന്നോട് പറഞ്ഞതായും അതുകൊണ്ടാണ് മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതെന്നും അനുജൻ ഇസ്മായിൽ പറഞ്ഞു. മകൻ പയ്യോളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഖബർ തുറന്നത്. മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡോക്ടർ സഞ്ജയ് പി, RTO അൻവർ സദത്ത്, പയ്യോളി പോലീസ് ഇൻസ്പെക്ടർ സജി ഷേഖി, സബ് ഇൻസ്പെക്ടർ റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി.